എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. അന്ന് ഞാൻ നല്ല ചിത്രം വരയ്ക്കുമായിരുന്നു. ഇപ്പൊ മടിയായതുകൊണ്ട് നിർത്തിയത്. അപ്പൊ അന്ന് ഞാൻ വരച്ച ചിത്രങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. 31/3/14 വരച്ച ഫോട്ടോ അത്. ചോക്ലേറ്റും നോട്ട്ബുക്കും കണ്ടിട്ട് റോമനോട് ഭയങ്കര ക്രഷ് ആയിരുന്നു. ശരിക്കും മാങ്ങന്റെ അണ്ടി പോലല്ലേ മുഖം. ഹായ് ഗായ്സ്, ജേണലിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, പണ്ട് ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വരച്ച കുറച്ച് ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല, കുറേ മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തു വെച്ച കുറച്ച് ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഒരു ഫയൽ ഇതേപോലെ ഞാൻ ഡ്രോയിങ് ക്ലാസ് പഠിക്കുന്ന സമയത്ത് അതിൽ കുറേ ഞാൻ പണ്ട് മുതലേ വരച്ച ചിത്രങ്ങളുണ്ടായിരുന്നു. ആ ഫയൽ അവിടെ മിസ്സായിപ്പോയി. അതിപ്പോഴും ഒരു കുട്ടിയുടെ കയ്യിലുണ്ട്. അവളത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചപ്പോൾ ഒരു കുട്ടി, ജിനാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കയ്യിലുണ്ട് അത് ഫുള്ള്. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ഏണിങ്സ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചിത്രം വരച്ചിട്ടാ. ഈ വെഡ്ഡിങ്ങിനൊക്കെ എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടും. അതായത് ചെക്കനെയും പെണ്ണിനെയും വരക്കാനും അതുപോലെ ഗിഫ്റ്റ് ഓർഡേഴ്സ് വരും, ആർക്കെങ്കിലും വരച്ച് കൊടുക്കാനൊക്കെ. അങ്ങനെയൊക്കെ ഒരു പോർട്രേറ്റ് ഞാൻ അന്ന് 500 രൂപ വെച്ചിട്ടാണ് വാങ്ങിയത്. ഒരു തലക്ക് 500 കേട്ടോ. അതായത് 2 ആൾക്കാരുണ്ടെങ്കിൽ 1000 രൂപ. അങ്ങനെയാണ് ഞാൻ അന്ന് പൈസ വാങ്ങിയത്. അതൊക്കെ ഒരു കാലം. പക്ഷെ ഇപ്പൊ ഞാൻ ടച്ചേ വിട്ടുപോയി. വരക്കാൻ വയ്ക്കും, പക്ഷെ മടിയാണ്. പണ്ടത്തെ പോലെ അത്ര ക്ഷമ എനിക്കില്ല ഇപ്പോൾ. അങ്ങനെ അയിമക്ക് ഇരിക്കാനുള്ളൊരു ക്ഷമ അല്ല. അതുകൊണ്ട് ആ ഒരു ശീലം ഞാൻ നിർത്തി. ഇപ്പൊ ജേണലിൽ എന്തെങ്കിലും അങ്ങനെ കുത്തി കുറിക്കുന്നല്ലാണ്ട് പണ്ടത്തെ പോലെ അങ്ങനെ കുത്തിയിരുന്ന് വരക്കൂല. അപ്പൊ ഞാൻ എൻ്റെ ചിത്രങ്ങൾ കാണിച്ചു തരാം. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇത് പഴയ ഒരു ചിത്രമാണ്. ഇത് ഞാൻ കുറേ മുന്നേ വരച്ചാണ്. എനിക്ക് സ്വപ്നക്കൂട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞുഞ്ഞച്ചായനെയും കമലച്ചേട്ടത്തിനെയും വരച്ച. കാണുമ്പോൾ തോന്നും മിണ്ടാൻ ഒരു വാക്ക്, ആരും അറിയാതൊരു നോക്ക്. ഇത് സ്വപ്നക്കൂടിലെ ക്ലൈമാക്സിൽ അവര് ലൈലേനെ കാണാൻ വേണ്ടി പോകൂലേ, ആഗ്നേയ സുന്ദരിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ വണ്ടിയിലിരുന്ന് നോക്കൂലേ, ആ ഒരു പിക്ചറാണിത്. അതാ ഞാൻ വരച്ചത്. അതുപോലെ ആയിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അന്ന് MIT മൂസിന്റെ ഭയങ്കര ഫാനായിരുന്നു. മൂസക്കായും പാത്തും അതെപ്പോഴും ഇരുന്ന് കാണുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് വരച്ചതാണ് മൂസക്കായിനെ. പാത്തൂനെ വരച്ചിട്ടുണ്ട്. പാത്തൂനെ വരച്ച് ഞാൻ പാത്തൂന് നേരിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സുരഭി ചേച്ചി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ചേച്ചിക്ക് അത് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു സീൻ എന്താന്ന് വെച്ചാൽ, എനിക്ക് മൂസക്കായിൻ്റെ കൂടെ പിന്നെ അഭിനയിക്കാൻ പറ്റി. അതായത് റീസെൻ്റ്ലി ഞാനൊരു മൂവി ചെയ്ത്, മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയിൽ അഭിനയിച്ചു. ആ മൂവിയിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡനായിട്ട് മൂസക്കായി ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. പുള്ളിയുടെ കൂടെ എനിക്ക് കുറേ കോമ്പിനേഷൻ റോൾസ് ഉണ്ട്. അന്നതേപോലെ പുള്ളിയുടെ കൂടെ ഞാൻ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായെന്ന് തോന്നുന്നു, ഷോർട്സിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ആ മൂവി ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പയ്യെ ഇടാം. എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം മൂവി റിലീസായിട്ടില്ലല്ലോ. റിലീസായതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നതായിരിക്കും. അടുത്ത പിക്ചറിലോട്ട് പോവാം. ഇതൊക്കെയാണ് ഞാൻ വരച്ച ചിത്രങ്ങൾ. അതിൽ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവളെ ഞാൻ വരച്ചതാണ്. നെക്സ്റ്റ് ഇതേപോലെ എൻ്റെ കുറേ സമയമെടുത്ത് വരച്ചൊരു പിക്ചറാണിത്. മറ്റേ കണ്ടുകൊണ്ടേൻ, ആ സിനിമയല്ലേ കണ്ടുകൊണ്ടേൻ, അതിലെ ഈ എന്നെ സൊല്ലപ്പോ ആ പാട്ടിൻ്റെ മുന്നേ ആയിട്ടുള്ള ഒരു സീനാണെന്ന് തോന്നുന്നത്. തബുവും അജിത്തും കൂടെ ഉള്ളൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമൊരു മൂവി. അപ്പോൾ അതിൻ്റെ ആ ഒരു റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് വരച്ച ഒരു പിക്ചറാണ് അത്. ഇതും കുറേ ടൈം എടുത്ത് വരച്ചതാണ് ഞാൻ. പിന്നെ ഇത് ടൈറ്റാനിക്കിലെ ജാക്കിനെയും റോസിനെയും വരച്ചതാണ്. പക്ഷേ ഇത് ചാക്കോയും റോസമ്മയും ആയിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. അവരെ പോലെ ആയില്ലെങ്കിൽ എന്തൊക്കെയാ ആ ഡ്രസ്സ് നോക്കിയേ, ഇങ്ങനെ നോക്കുമ്പോൾ എവിടേക്കല്ലേ. ഇതൊക്കെ കുറേ മുന്നേ വരച്ചതാ. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച പിക്ചേഴ്സാണ്. ലേറ്റസ്റ്റ് എന്നല്ല, അതായത് 2018 ഞാൻ വരാൻ നിർത്തിയത്. ആ സമയത്ത് വരച്ച പിക്ചേഴ്സാണ് ഇതൊക്കെ. അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുന്നേ. ജാനുവിന് അതേപോലെ ഞാൻ, ഇതെന്താ ജാനുവിൻ്റെ തലമെന്താ കൊയ്ത്തിട്ടോ.
ഇത് 96 ജാനുവിനെ വരച്ചാണ്. പക്ഷെ വേറെക്കാരി ജാനു ആയോ എന്നൊരു ഡൗട്ടുണ്ട്. മറ്റേ മുണ്ടി മക്കളും ഇല്ല, മുണ്ടി വീക്കം വന്ന് നീര് വന്ന പോലെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഇത് അതുപോലെ മമ്മൂക്കേനെ വരച്ചേ. ഇതും അത്ര അങ്ങോട്ട് ശരിയായിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് ഒപ്പിക്കാം അല്ലേ. എൻ്റെ ഒപ്പ് കണ്ട അന്നത്തെ ഒപ്പല്ല, ജസ്റ്റ് എല്ലാ പിക്ചേഴ്സിലും ഉണ്ടാവും ഇങ്ങനെ അഖിൽഷാന്ന് എഴുതി വെക്കും. ആൻഡ് ഇത് പാത്തു, MAT മൂസത്തെ പാത്തുവിനെ വരച്ചതാ. ഇതൊക്കെ കുറേ മുന്നേ വരച്ചതാ. അതൊക്കെ ഈ സാധനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കളറൊക്കെ വ്യത്യാസമായിട്ടുണ്ട്. ഓ സണ്ണി ചേച്ചി, ഇത് ഞാൻ സണ്ണി ചേച്ചിനെ വരച്ചാ. അതായത് എൻ്റെ കസിൻ്റെ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് സണ്ണി വരാനിരുന്നൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ക്യാൻസലായി. അന്ന് സണ്ണി ചേച്ചിക്ക് കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഞാൻ വരച്ചൊരു പിക്ചറായിരുന്നു ഇത്. പക്ഷേ ആ ഇവൻ്റ് ക്യാൻസലായി, അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല. അന്ന് വരച്ച സണ്ണി അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും എവിടേക്ക് എന്തൊക്കെയൊക്കെ അല്ലേ, എവിടെയോ ഒരു ചായ ഇല്ലേ. പിന്നെ ഇത് നമ്മുടെ ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, വൈശാഖ സന്ധ്യയിലൊരു സീന. അപ്പം അതത് ഇങ്ങനെ വരച്ച. ഇതും കുറേ മുന്നേ വരച്ച കേട്ടോ. പിന്നെ നസ്രിയ ഫഹദ് ഉണ്ട്. പിന്നെ ഖുഷിയിലെ ജ്യോതിക, മറ്റേ ലവ് ലെറ്റർ സീൻ്റെ ആ ഒരു സാധനം ഞാൻ വരച്ചാണ്. ഇതും എവിടൊക്കെ എന്തൊക്കെ പാളിച്ചകളുണ്ട്. എല്ലാം അത്ര പെർഫെക്റ്റ് ഒന്നല്ല, എന്നാലും അന്ന് ഞാനിതൊക്കെ വരക്കണ സമയത്ത് എനിക്കെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഇന്ന് കാണുമ്പോൾ ഇതൊന്നും അത്ര പെർഫെക്റ്റ് അല്ല, എല്ലാം ഒപ്പിച്ചതാ. പിന്നെ ഇത് ഞാൻ കീർത്തി സുരേഷിനായിരുന്നു തോന്നുന്നു വരച്ചത്. പക്ഷെ കംപ്ലീറ്റ് ആയില്ല, പകുതി വെച്ച് ഞാൻ നിർത്തി. ഇവിടെ മറ്റോ അലൻഷാ എന്നൊക്കെ എഴുതിക്കൊണ്ട് എൻ്റെ അനിയൻ്റെ പേര്. അവൻ ഗ്യാപ്പിൽ അവൻ്റെ പേരൊക്കെ ഇവിടെ എഴുതിക്കണ്. എന്താ ഒരു മിനിറ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റും, ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ ആദ്യം. എന്തോ ഒരു കുസൃതി ചോദ്യം എന്തോന്ന് തോന്നണം. അപ്പോൾ കീർത്തിനെ തന്നെ തോന്നുന്നു ഞാൻ വരച്ച, എനിക്ക് ഓർമ്മയില്ല. ആ കണ്ണൊക്കെ കണ്ടിട്ട് കീർത്തിയാൻ തോന്നുന്നു, പക്ഷെ അത് ശരിയാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുഴുവനാക്കിയില്ല. പിന്നെ അന്ന് ഈ മഴവിൽ മനോരമയിൽ ദേശഫ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ എപ്പോഴും ഇരുന്ന് കാണുമായിരുന്നു. അതിൽ എനിക്ക് അനീറ്റ എന്ന് പറഞ്ഞ കോണ്ടസ്റ്റന്റിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അനീറ്റനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ചൊരു ഫോട്ടോ ഉണ്ടത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ആട്ടോ അവള്. അന്ന് നമുക്കറിയില്ലല്ലോ ആരെയും. അപ്പം അന്ന് അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചൊരു ഫോട്ടോ ആയിരുന്നത്. അവരുടെ ദേശഫിൻ്റെ യൂണിഫോമൊക്കെ ആയിട്ട് ഇങ്ങനെ. അതേപോലെ അതിലെ 3 ഷെഫുമാർ ഞാൻ വരച്ചിരുന്നു. ഷെഫ് അഞ്ജലി, ഷെഫ് പ്രദീപ്, പിന്നെ പറയുന്ന ഒരു ഹിന്ദിക്കാരനുണ്ടായിരുന്നല്ലോ, പുള്ളിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവരെ 3 പേര് ഞാൻ അതുപോലെ വരച്ച് അവർക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഇതിൻ്റെയൊക്കെ പ്രാന്തായിരുന്നു. അന്ന് നമുക്ക് ഈ കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അന്ന് ആകെ അറിയണത് സാധനം എന്ന് അറിയണമെങ്കിൽ വര മാത്രം. പിന്നെ ഇത് ആട് 2 ഇറങ്ങിയ സമയത്ത് ജയേട്ടനെ വരച്ച പകുതിയുള്ളത്. ഇത് പിന്നെ ഫാർസ് ഫിലിമിൻ്റെ, അതായത് അവർ UAE ഗൾഫ് കൺട്രീസിൽ GCC കൺട്രീസിലൊക്കെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഞാൻ ഈ വരച്ച ഫോട്ടോ അന്ന് കുറച്ചൊക്കെ FBയിൽ വൈറലായിരുന്നു. അപ്പോൾ അതിലെ ഒരാൾ എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് എഴുതിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതിയതാ ഈ സാധനങ്ങളൊക്കെ. അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എന്ത് ഭംഗിയായിരുന്നല്ലേ. ഇപ്പം എല്ലാത്തിനും മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇതുപോലെ മഞ്ജു ചേച്ചീനെ വരച്ച ചെയ്തു. അതേപോലെ അത്ര പെർഫെക്റ്റ് ഒന്നല്ല, ഇവിടേക്ക് എന്തൊക്കെ കോടിക്കണം, ഒരു സൈഡ് കോടിക്കണല്ലോ, എങ്ങനെയാണ്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ പൈസ. അത് ഞാൻ എന്നാ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ പൈസ ഒക്കെ ടൈറ്റ് ആയിരിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഇത് കിട്ടിയപ്പോൾ സന്തോഷമായി. ഇത് ഞാൻ എന്നാ ഈ ഫയലിൻ്റെ ഉള്ളിലായിരുന്നു ഈ ഫോട്ടോസൊക്കെ. അപ്പം എന്നാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കുറച്ച് എമൗണ്ട് ഉണ്ട്. ഇത് എത്ര ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എന്തായാലും ഉപകാരത്തിൽപ്പെട്ടിട്ടുണ്ട്. തപ്പിയത് നന്നായി. ഇതേപോലെ ചാക്കോച്ചിന് വൈഫ് നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ വരച്ചാണേ. ചാക്കോച്ചിൻ്റെ പ്രിയ. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഇതെനിക്ക് കൊണ്ട് വിശുദ്ധനൊക്കെ ഇറങ്ങിയ ആ ഒരു സമയത്തുള്ള ചാക്കോച്ചിൻ്റെ ലുക്കാന്ന് തോന്നണ്. കുറേ മുന്നേ വരച്ചാണ്.
എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. അതേപോലെ എനിക്ക് രേഷ്മ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. പുള്ളിക്കാരി ജിത്തു സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേഷ്മക്ക് വരച്ചു കൊടുത്താൽ ഞാൻ. അപ്പോൾ അതിൽ അതിഥി ഉണ്ട്, അതിഥി രവി ഉണ്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ വരച്ചു. അന്ന് എനിക്ക് അതിഥി രവിനെ അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി ഇൻസ്റ്റയിലൂടെ. എന്താ ഒരു കോയിൻസിഡൻസ് പോലെ അന്ന് ഈ ചിത്രം വരക്കുമ്പോൾ എനിക്ക് അതിഥി രവിനെ അറിയില്ലായിരുന്നു. അതായത് ആക്ട്രസ്സാന്ന് അറിയാം, പക്ഷെ നമ്മൾ ഒരു കമ്പനിയിലൊന്നുമില്ല. ഞാൻ രേഷ്മ വരക്കാൻ വേണ്ടി അയച്ചുന്ന ഫോട്ടോ ഇവർ രണ്ടാളും നിൽക്കുന്ന ഒരു ഫോട്ടോ കുറേ മുന്നേ കേട്ടോ. അതാണ് അതിഥി രവിയാണ് ഇത്, പക്ഷേ അന്നത്തെ ലുക്കാണിത്. നിങ്ങൾ മാപ്പാക്കണം. അപ്പോൾ ഒരു രണ്ടാളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ വരച്ചാ. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ അതിഥി രവിക്ക് അയച്ചു കൊടുത്തു ഇൻസ്റ്റയിൽ. അതിഥി രവി റിപ്ലൈ തന്നോ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ അയച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ വന്നേ. നോക്കട്ടെ, അയാളുടെ റിപ്ലൈ ഉണ്ടെങ്കിൽ ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുമെങ്കിൽ ഇടാം. ഓക്കെ. പിന്നെ ആ സമയത്ത് എനിക്ക് ഈ ചോക്ലേറ്റും നോട്ട്ബുക്കും കണ്ടിട്ട് റോമനോട് ഭയങ്കര ക്രഷ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റോമൻ്റെ ആക്ടിങ്ങും ആളുടെ അതൊക്കെ. അപ്പോൾ റോമനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ സമയത്ത് 2016 തോന്നുന്നു, 2016 കസിൻ്റെ കസിൻ ഡിസൈനറായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ്റെ കേരള ഫാഷൻ റൺവേ 2016 നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരുന്ന റോമയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പുള്ളിക്കാരത്തേക്ക് ഒരു പോർട്രേറ്റൊക്കെ വരച്ചു കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ വരച്ചൊരു ഫോട്ടോ ആണ് റോമൻ്റെ ഇത്. പക്ഷേ ഇതിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാൻ വരച്ചു കൊടുത്തത് പിന്നെയും ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ആളുടെ ഒരു ഫോട്ടോ. ഇതെന്തോ മുഖം മറ്റേ മാങ്ങാണ്ടി പോലെയാണ്. പിന്നെ ഇത് ഒന്നാമത് മടങ്ങിയിട്ടാട്ടോ. നേരിട്ടാണുമ്പോൾ ഒന്നുകൂടെ ഇതുണ്ടേ. ശരിക്കും മാങ്ങൻ്റെ അണ്ടി പോലല്ലേ മുഖം. റോമ കേട്ടത്. റോമൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ വരച്ചത്. പക്ഷെ ഇപ്പം ക്രോമ ചെയ്യണ്. പിന്നെ ഇത് ജയറാമേട്ടൻ്റെ ഒരു ഫോട്ടോ വരച്ചായിരുന്നു. മറ്റേ സത്യ അങ്ങനെ ഏതോ ഒരു മൂവിയില്ലേ, പുള്ളി സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കൊക്കെ ആയിട്ട് ആ ടൈമിൽ ഞാൻ വരച്ച ഒരു ഫോട്ടോ വരുന്നത്. ഇതൊക്കെ ഞാൻ എന്തിനാണ് വരച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് പണ്ടത്തെ ജയറാമേട്ടന് ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ ഈ ക്യാരക്ടറൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് എന്തിനാണ് വരച്ചതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കണത്. അന്നത്തെ ഓരോ പ്രാന്ത് ഓരോന്ന് കണ്ട് മൂഡായിട്ട് വരച്ചായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രോയിങ്സ്. പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതൊക്കെ എവിടേക്കാണാവോ തപ്പേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫയൽ മിസ്സായിരുന്നു. ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഡ്രോയിങ് ഗുരു എന്ന് പറയുന്നത് ഫാറൂഖ് സാറാട്ടോ. ഞാൻ ISSൽ പഠിക്കുന്ന സമയത്ത് ഫാറൂഖ് മാഷായിരുന്നു എൻ്റെ ഡ്രോയിങ് ഗുരു. എന്നിട്ട് പുള്ളിയുടെ കീഴിൽ പുള്ളിക്ക് വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോയിങ് ക്ലാസ് ഉണ്ടായിരുന്നു ഹൗസിംഗ് കോളനിയിൽ. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്നു ഡ്രോയിങ് പഠിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നൊരു 4-5 മാസം ഞാൻ പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ നിർത്തി മടിയായിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഫയൽ ഉണ്ടായിരുന്നു. ഞാൻ ഡേ 1 മുതൽ ആ ഡ്രോയിങ് ക്ലാസ് നിർത്തിയ സമയം വരെ ഞാൻ വരച്ചിരുന്ന എൻ്റെ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിലാണ്. ഡ്രോയിങ് ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ജിനാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ കയ്യിൽ ഇതുപോലെ മിസ്സായിട്ട് അവളത് എടുത്ത് വെച്ചിട്ട് അവളുടെ കയ്യിലാണ് ആ ഫയൽസൊക്കെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ഞാനത് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കൊലകൾ. ഞാൻ എന്തെങ്കിലും പുതുതായിട്ട് വരയ്ക്കുക അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും അതുമായിട്ട് വരണ്ട്. അപ്പോൾ ടിൽ ദെൻ ഇറ്റ്സ് ഷാമോൻ സൈനിങ് ഓഫ്. ബൈ.